സോ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇതിൻ്റെ വീഡിയോ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോണ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനും പറ്റില്ല. എഡിറ്റ് ചെയ്തെല്ലാം വെച്ച് പക്ഷേ ഡിലീറ്റ് ആയിപ്പോയി. എന്ത് ചെയ്യാനാണ്, എൻ്റെ സമയം മൊത്തം വേസ്റ്റായി. അത് ഞാൻ എഡിറ്റ് ചെയ്ത് എന്തോ കംപ്ലൈൻറ്റ് വന്ന അവസാനം ഇപ്പോഴാണ് ശരിയായി കിട്ടിയത്. അപ്പോൾ ഞാൻ വീണ്ടും എടുക്കേണ്ടി വന്നു വീണ്ടും ഇതേ വീഡിയോ എനിക്ക് സെയിം എടുക്കേണ്ടി വരണതിൽ വിഷമമുണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് കാണിക്കാൻ പോകുന്നത് എൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്സാണ്. ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് ഭയങ്കര പാടായിരുന്നു. അത് മാത്സ് എക്സാമിനൊക്കെ ഞാൻ എന്ത് എഴുതണമെന്ന് അറിഞ്ഞൂടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്ത് ചെയ്തു, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലല്ല നോക്കി, അവിടെ ഇരുന്ന് ടീച്ചറിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു, അത്രയ്ക്ക് എനിക്ക് മാത്സ് പാടായിട്ട് തോന്നി. പിന്നെ ഉണ്ടായിരുന്ന കെമിസ്ട്രി പാടായിട്ട് തോന്നി, പിന്നെ ബോട്ടണി പാടായിട്ട് തോന്നി. സുവോളജി ഞാൻ പറഞ്ഞില്ലേ സുവോളജി കുറച്ച് എളുപ്പമുണ്ടായിരുന്നെന്ന്. ഞാൻ എഴുതിയിട്ട് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഞാൻ എഴുതിയതെല്ലാം തെറ്റ്. അതെന്തിനെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് മാറിപ്പോയി. ഇത് അനിമൽ കിണ്ടത്തില്ല, കുറേ ഫയലുണ്ടല്ലോ പഠിക്കാൻ, ഫയല് മാറിപ്പോയി, അതുകൊണ്ട് തെറ്റി. അങ്ങനെ അതിൽ മാർക്ക് പോയി. എനിക്ക് നല്ല മാർക്ക് കിട്ടിയത് ഹിന്ദിക്ക് കിട്ടി, ഇംഗ്ലീഷിന് കുഴപ്പമില്ല കിട്ടി. അപ്പോൾ അങ്ങനെയാണ് മാർക്ക് കിട്ടിയത്. ഫിസിക്സിനും കുറവാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നി. ഇനി അടുത്ത എക്സാമിന് നല്ല മാർക്ക് വാങ്ങാമെന്നാണ് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് വീട്ടിൽ ഇതുവരെ ഒന്നും പറയാതിരിക്കുന്നത്. സോ ഗൈസ്, മാർക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിട്ട് ഞാൻ ഓർഡറിലൊന്നും അല്ല എടുത്ത് വെച്ചേക്കുന്നത്, അപ്പോൾ ഏത് വേണം വരാം. ആദ്യം വന്നിട്ട് ബോട്ടണിയാണ്. ബോട്ടണിക്ക് 12 അരയാണ് ഗൈസ്. ബോട്ടണി അല്ലേ? ബോട്ടണിക്ക് 12 അരയാണ് എനിക്ക് മാർക്ക്. ബോട്ടണി വന്നിട്ട് സ്പെല്ലിംഗ് തെറ്റി. പിന്നെ യൂണിറ്റ് ഉണ്ടല്ലോ എസിനെ കുറിച്ച്, അത് ഞാൻ ഡെൻസിറ്റി ഓർ സൈസ് എന്ന് എഴുതി, അതിന് മാർക്ക് തന്നില്ല. എൻ്റെ പേര് എഴുതാത്തതുകൊണ്ട് മാർക്ക് തന്നില്ല. തെറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ബോട്ടണി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബോട്ടണി ഞാൻ പെട്ടെന്ന് തന്നെ എഴുതി തീർന്നു. കാരണം എനിക്ക് എഴുതാറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എഴുതി തീർന്നു. അടുത്ത വന്നിട്ട് സുവോളജിയാണ്. സുവോളജി വന്നിട്ട് 30-ന് 17 കാണാമോ? 30-ന് 17 ഗൈസ്. ബോട്ടണിക്ക് വന്നിട്ട് ബോട്ടണി കണ്ടില്ല, ഞാൻ ഫസ്റ്റ് ഭയങ്കര ഇതായിട്ട് എഴുതി, അതായത് ഭയങ്കര ഉറപ്പായിട്ട് എഴുതിയ ക്വസ്റ്റ്യൻ എല്ലാം തെറ്റിപ്പോയി. ഫൈല മാറിപ്പോയി, പിന്നെ പേഴ്സൻറ്റേജ് തെറ്റിപ്പോയി. പിന്നെ വന്നിട്ട് എനിക്കിത് ഏത് ക്വസ്റ്റ്യൻ എന്ന് ഓർമ്മയില്ല, പക്ഷേ അത് ഇത്രയും എഴുതിയിട്ട് ഒറ്റ വെട്ടാണ് ഗൈസ്, ഇത്ര എഴുതിയിട്ട്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് സുവോളജി കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ ഒരു ക്വസ്റ്റ്യൻ വിചാരിക്കും അതിൻ്റെ ആൻസർ ആണെന്ന് പറഞ്ഞ് എഴുതി വയ്ക്കും, പക്ഷെ അതായിരിക്കില്ല അതിൻ്റെ ആൻസർ. അതാണ് എൻ്റെ വ്യത്യാസം. നെക്സ്റ്റ് വന്നിട്ട് മാത്സാണ്. മാത്സിന് 60-ന് 23.5, അതായത് 24 ഞാൻ എടുക്കും. 24 അല്ലെങ്കിൽ 23 അരയാണ്. ലാസ്റ്റ് മാത്സൊക്കെ ഞാൻ ക്വസ്റ്റ്യനാണ് കൈസ് എഴുതി വെച്ചത്, ഞാൻ ആൻസർ എഴുതി വെച്ചില്ല. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ 2-3 എണ്ണത്തിൽ ക്വസ്റ്റ്യനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ അറിഞ്ഞൂടായിരുന്നു. നെക്സ്റ്റ് വന്നിട്ട് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിക്ക് 30 ഗൈസ്. കാണാമോ? എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുക്കുന്നത്. 30 ഗൈസ്. 60-ന് 30 മാർക്കാണ്. അത് ആദ്യമേ ഒക്കെ കൊണ്ട് തെറ്റിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ടേമിൽ നിന്ന് കുറേ വന്നതുകൊണ്ട് എനിക്ക് എഴുതാനൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ സെക്കൻഡ് ടേമാണ് പഠിച്ചിട്ട് പോയത്. സെക്കൻഡ് ടേമിൽ റിഡോക്സ് റിയാക്ഷൻ ഞാൻ ഭയങ്കര നല്ലോണം എല്ലാം നല്ല കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയി. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനാണ് വന്നത്, അതിൻ്റെ മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, പിന്നെ വന്നത് ഫിസിക്സ് അല്ലേ? ഫിസിക്സിന് 25. ഇവിടെ കൗണ്ടിങ് മിസ്റ്റേക്ക് വന്നതുകൊണ്ട് താഴോട്ട് എഴുതിയതാണ്. 25 മാർക്കുണ്ട്. 25 മാർക്ക് ഫസ്റ്റ് ടൈം ചോദിച്ചാൽ ഇത് എൻ്റെ ബാഗിൻ്റെ ഏറ്റവും അടിയിൽ കിടന്നുകൊണ്ട് കീറിയൊക്കെ പോയി. ക്വസ്റ്റ്യൻ എഴുതി വെച്ച് അത് തെറ്റിച്ച് അങ്ങനെയൊക്കെ പടം മാത്രം വരച്ച് വെച്ച് അവസാനത്തേലൊക്കെ വന്നപ്പോൾ. അപ്പോൾ എനിക്കത് അറിഞ്ഞൂടായിരുന്നു. ഫിസിക്സിന് എനിക്ക് 25. നെക്സ്റ്റ് വന്നിട്ട് ഇംഗ്ലീഷ് ഹിന്ദി.
ഇംഗ്ലീഷ് വന്നിട്ട് എനിക്ക് 80-ന് 67 അത് കുഴപ്പമില്ല, എല്ലാത്തിനും മാർക്കൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തെറ്റിയെന്നല്ല, അതിൽ ഈ ഡയറിയും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ട്രാവൽ ഇൻഫോ, അതിനൊക്കെ മാർക്ക് കുറഞ്ഞിട്ടാണുള്ളത്. അങ്ങനെയാണ് എനിക്ക് കുറഞ്ഞത്. അല്ല തെറ്റിയൊന്നുമില്ല. ട്രാവൽ ഇൻഫോ, പിന്നെ പ്രോഗ്രാം റിപ്പോർട്ടിന് ഉണ്ട്. വേറെ ഇതിനൊക്കെ മാർക്ക് കുറയാണ് ചെയ്തത്, തെറ്റിയിട്ടില്ല. 1 വേർഡും എല്ലാം ഫുള്ള് കിട്ടിയിട്ടുണ്ട്, തെറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് എൻ്റെ ഇംഗ്ലീഷ്. നെക്സ്റ്റ് വരുന്നത് ഹിന്ദിക്ക് എനിക്ക് 80-ന് 79 അതാണ് ഞാൻ പറഞ്ഞ ലാംഗ്വേജ്. ഹിന്ദിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്, 80-ന് 79. അപ്പോൾ പൊതുവേ ഹിന്ദിക്ക് എനിക്ക് ഒരു മാർക്ക് തെറ്റിയത് 1 വേർഡിലാണ്. 1 വേർഡിൽ യശ്പാൽ എന്നാണ് ഞാൻ 4-മത്തേൽ എഴുതി വെച്ചേക്കുന്നത്, അതാണ് തെറ്റിയത്. ബാക്കിയെല്ലാം ശരിയായിട്ടുണ്ടാവില്ല. അപ്പോൾ ക്രിസ്മസ് എക്സാം പൊതുവേ ഭയങ്കര ടഫായിട്ടാണ് തോന്നിയത്. എനിക്ക് ഇത് ലാംഗ്വേജ് പോലും അത്ര എളുപ്പമായിട്ട് തോന്നിയില്ല, ഇംഗ്ലീഷിൻ്റെത്. അപ്പോൾ ഭയങ്കര പാടായിരുന്നു. സോ അടുത്ത എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് കുറഞ്ഞതിൽ ഞാൻ കുറേ ദിവസമൊക്കെ വിഷമിച്ച് ഭയങ്കര ഇതായിട്ടിരുന്നു. പിന്നെ അത് വിഷമിച്ചിരുന്ന മാർക്ക് കൂടില്ലല്ലോ. അടുത്ത എക്സാമിന് നമ്മൾ പഠിക്കേണ്ടിയല്ലേ ചെയ്യേണ്ടത്. ഞാൻ പക്ഷേ വിഷമിച്ചിരിക്കുകയാണ് ചെയ്തത്. എന്തും പറഞ്ഞാൽ എനിക്കൊരു മാർക്കും കൂടിയില്ല. അത് മനസ്സിലാക്കണം. അത് ഞാൻ മനസ്സിലാക്കിയോണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ്, എന്തോ ഭാഗ്യത്തിന് എല്ലാത്തിനും പാസ്സായിട്ടുണ്ട്, ഒന്നിനും പോലും ഫെയിലായില്ല. അതെന്തോ മഹാഭാഗ്യമാണ്. സോ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. അടുത്ത വട്ടം നല്ല മാർക്ക് വാങ്ങാം. സോ ടാറ്റാ.